സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ, സർക്കസ്, അവശ കലാകാര പെൻഷനുകൾ എന്നിവ നിലവിൽ പ്രതിമാസം 1600 രൂപയാണ്. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. പ്രതിവർഷം 2000 രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം 13,000 കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത്. ഒന്നാമത്തേത്, സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്നതാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. യുവതലമുറക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കും. പ്രതിവർഷ കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള +2, ITI, ഡിപ്ലോമ, ഡിഗ്രി ഈ പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകും. സംസ്ഥാനത്താകെയുള്ള 19,470 ADSകൾക്ക്, ADS എന്ന് പറഞ്ഞാൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്, ആ ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാൻറ്റായി പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു ADSന് മാസം തോറും 1000 രൂപ നൽകുമ്പോൾ പ്രതിവർഷം 23,40,00,000 രൂപയാണ് സർക്കാർ നീക്കിവെക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള DA, DR കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ 1 ഗഡു DA, DR കൂടി അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ്. മുൻഗഡുക്കളിൽ 2%, 3% അനുവദിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 4% നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം, പെൻഷൻ ഇവയോടൊപ്പം നൽകും.